ഗൺ. ഇതിൽ ഞാൻ സൂര്യന്റെ എനർജി റേസിനെ ക്യാപ്സ്യൂൾ ടൈപ്പിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്സ്യൂൾസ് നീ ആ വൂൾഫിന്റെ തലയുടെ സെന്ററിൽ തന്നെ ഷൂട്ട് ചെയ്യണം. എനിക്ക് കാര്യം മനസ്സിലായി അപ്പൂപ്പ. അതെനിക്കും അറിയാം. പക്ഷെ വീർ ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാ. അല്ലെങ്കിൽ ഇവനിങ്ങനെ വളർന്ന് വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഉന്നം നോക്കി തന്നെ ഷൂട്ട് ചെയ്യ്. അപ്പൂപ്പ അവൻ നല്ലോണം വലുതാവട്ടെ. അപ്പൊ അവന്റെ തലയുടെ സെന്റർ പോയിന്റ് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ആകെയുള്ളത് ഈ ഒറ്റ ക്യാപ്സ്യൂൾ മാത്രമാണ്. വീറിന്റെ ക്യാപ്സ്യൂൾസ് എല്ലാം തീർന്നു എന്നാണല്ലോ തോന്നുന്നത്. അയ്യോ ബോസ്, പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയത്? ശരാ, ഇത് ഞാൻ ഒരു കണക്കിന് രക്ഷപ്പെട്ടു. ഗ്രേറ്റ് ആണ് മോനെ. പിന്നെ ആ ബുക്ക് സൂപ്പർ ഗ്രേറ്റ് ആണ്. അല്ലല്ല, നിങ്ങൾ എല്ലാവരും തന്നെ ഗ്രേറ്റ് ആണ്. നീ എല്ലാവരുടെ ജീവനും ഇപ്പൊ രക്ഷിച്ചു മോനെ. പക്ഷേ ആ ജയന്റ് ബഗ് എവിടെ പോയത്? നീ ഇവിടെ തന്നെയുണ്ട് മിലി. ഇനി ഇത് കാരണം ആർക്കും അപകടം ഉണ്ടാവില്ല. അതിപ്പോ തന്റെ പഴയ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇവനെ നമുക്കങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കാം. വീർ കണ്ടോ, അവൻ ഈ 5 ജീവികളെ വെച്ചാണ് ആ ജയന്റ് ബഗിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ ഇപ്പൊ 5 ജീവനെ രക്ഷിച്ചിരിക്കുക മോനെ. എമർജൻസി എക്സിറ്റ്. അവിടെ സ്പേസ് ഷിപ്പും ഉണ്ട്. അപ്പൂപ്പൻ ചെല്ല്, പെഡ്രോയെ ഞാൻ നോക്കിക്കോളാം.
വേഗം അടഞ്ഞു പോകുമോനെ. ബോസ് എന്തെങ്കിലും വേഗം ചെയ്യ്. ഇതെന്താ? ബൈ പെട്രോ. വീണ്ടും നീ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച വില്ലനെ കൊന്നൊടുക്കി. ഇതെല്ലാം ഞാൻ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് പഠിച്ചതാ. നന്മയ്ക്ക് കൂട്ടുകാരനായിരിക്കണം, തിന്മയുടെ ശത്രുവായിരിക്കണം. അപ്പൂപ്പൻ എങ്ങനെ എവിടെ എത്തിയത്? മോനെ, നിന്റെ ആ ട്രാക്കിംഗ് ഡിവൈസിന്റെ സഹായത്തോടെ ഞാൻ ഈ സ്ഥലത്തിന്റെ അഡ്രസ് കണ്ടുപിടിച്ചു. വീർ, ഈ കാണുന്ന ബ്ലോബില്ലേ, അത് ഉടനെ തന്നെ നമ്മൾ ഡിഫ്യൂസ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഫ്ലെയിമിന്റെ റേസ് അയച്ച് അതിനെ ചിന്ന ഭിന്നമാക്കി കളയണം. എന്നിട്ട് അതൊരു കല്ലാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ അതിന്റെ പവറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഓക്കേ അപ്പൂപ്പ. വീർ, നിന്റെ കളി ഇതോടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞു തന്ന ടെക്നിക് ഉടനെ തന്നെ യൂസ് ചെയ്യും മോനെ. വീർ എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീർ അതിന്റെ മുകളിലേക്ക് ഫ്ലെയിമിന്റെ റേസ് പാസ് ചെയ്യുക. എന്നിട്ട് അത് ചിന്ന ഭിന്നമാക്കി മാറ്റണം. അത് കല്ലാക്കണം. ബോസ്, നിങ്ങളുടെ ലക്ഷ്യം നിറവേറുമെന്നാ തോന്നുന്നത്. വീർ ഈസ് ഫിനിഷ്. ബോസ്, അവൻ വീണ്ടും രക്ഷപ്പെട്ട് വന്നിരിക്കുക. കലണ്ടറിൽ ഇനിയും ക്രോസ് ചെയ്യേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നേ. ഇപ്രാവശ്യവും നമ്മൾ ജയിച്ചു മോനെ. അപ്പൂപ്പ, ഈ വിജയം മനുഷ്യരുടെ വിജയമാണ്. ഇന്നത്തോടെ നിന്റെ ഈ കളി ഞാൻ അവസാനിപ്പിക്കും വീർ. ബോസ്, നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കില്ല ബോസ്. നമ്മളിപ്പോ ഇവിടുന്ന് ഒളിച്ചോടുന്നതായിരിക്കും നല്ലത് ബോസ്. നീ എന്നെ കരിച്ചു കളഞ്ഞുവല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്നെ കൂടെ കൊണ്ടുപോ ബോസ്. കാലേ ബോസേ. തൂക്കിക്കോ.